നമസ്കാരം. നമസ്കാരം. ഈ പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നമുക്കറിയാം, കന്യാകുമാരി ജില്ല എന്ന് കേൾക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പത്മനാഭപുരം കൊട്ടാരം. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് കൊട്ടാരം സന്ദർശിക്കുന്നത്. അതേസമയത്ത് മറ്റു പല സ്ഥലങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരണിയൽ കൊട്ടാരം, വേലുത്തമ്പി തളവയുടെ സ്മാരകം, ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും പൊതുവെ അവഗണിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. രാജാ കേശവദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ വീടിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അത് തന്നെയാണോ പറയാൻ സാധിക്കുന്നത്? ഈ കുന്നത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അങ്ങനെ വലിയ തോതിലുള്ള അവഗണനയില്ല. എല്ലാ ജനങ്ങളും ദിവാൻ്റെ വീടാണ്, ദിവാൻ്റെ ആളുകളാണ് എന്നുള്ള ബഹുമാനം ഇന്ന് വരെ നിലനിൽക്കുന്നു. അപ്പം ഞങ്ങൾക്ക് സംഗതി, പ്രത്യേകിച്ചും അറിയാൻ ഉദ്ദേശിക്കുന്ന സംഗതി, ഈ രാജാ കേശവദാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന് ഈ വീടുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണ് എന്ന് ഞങ്ങളൊന്ന് പറയാമോ? രാജാ കേശവദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുള്ള നാമധേയം കേശവൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കാളിയമ്മ പിള്ള എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരെ കാടാപ്പഴഞ്ഞി എന്ന് പറഞ്ഞ് മാരായപ്പുറം കാടാപ്പഴഞ്ഞി വീട്ടിൽ നിന്ന് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു നവവധു ആണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട് രാജകുടുംബത്തിൽ ചെന്ന് ജോലിക്കാർ എന്ന രീതിയിൽ രാജകുടുംബത്തിൽ ചെന്ന് ഇത് ചെയ്തു. ഈ കാളിയമ്മ പിള്ള കൊട്ടാരത്തിൽ പല ധീരകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. എതിരാളികൾ പത്മനാഭപുരം കൊട്ടാരം തീവച്ച് നശിപ്പിച്ചപ്പോൾ അവർ ആ എതിരാളികളെന്ന് വെച്ചാൽ പാണ്ഡ്യ രാജാക്കന്മാർ, ഭടന്മാർ ഈ വീടിനെ തീവച്ചപ്പോൾ, ഈ കൊട്ടാരം തീവച്ചപ്പോൾ ഇവർ തന്നെ ആ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് മോട്ട് കയറി ഇത് അണയ്ക്കാൻ ശ്രമിച്ചു. പട്ടാള മേധാവി വരെ കുതിരക്കുട്ടി കിണറ്റിൽ വീണപ്പോൾ ആ കിണറ്റിനകത്ത് ഇറങ്ങി ഈ കുതിരയെ രക്ഷിച്ച് സ്ത്രീ അങ്ങനെ ഒരു ആണുങ്ങളെക്കാളും ധൈര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. പട്ടാള മേധാവി രാജാ കേശവദാസിൻ്റെ അമ്മ കാളിയമ്മ പിള്ള എന്ന് പറയുന്നവരെ വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ കാളിയമ്മ പിള്ള ഗർഭിണിയായിരിക്കുമ്പോൾ അദ്ദേഹം കാശിയിൽ തീർത്ഥയാത്ര പോയി. ഈ കാളിയമ്മ പിള്ള പ്രസവിക്കുന്ന കുട്ടിക്ക് കേശവൻ എന്ന് പേരിടണം, ഇന്ന ആണ്ട് ഇന്ന തീയതിയിൽ കുട്ടി ജനിക്കും എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. അദ്ദേഹം ഒരു ജ്യോതിഷനായിരുന്നു. വളരെ താമസിയാതെ തന്നെ അവർ പ്രസവിക്കുകയും ആദികേശവൻ്റെ തിരുനടയിൽ വെച്ച് കേശവൻ എന്ന് നാമകരണം ചെയ്തു. അദ്ദേഹത്തിന് ചോറൂണൊക്കെ ഈ ക്രാവളകത്ത് വീട്ടിൻ്റെ അടുത്തുള്ള തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഈ തിരുമല മഹാക്ഷേത്രത്തിൽ അമ്മയും മകനും ദിവസവും നിർമ്മാല്യം തൊഴാൻ പോവുക പതിവായിരുന്നു. അദ്ദേഹത്തിന് ഈ വീടുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഈ സ്ഥലത്താണ് ഈ കാളിയമ്മ പിള്ളയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്, കുന്നത്തൂർ. ഈ ഇന്ന് നിലവിലുള്ള കെട്ടിടം അദ്ദേഹം സഹോദരിക്കും അമ്മയ്ക്കും കൂടെ വച്ചു കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരിമാർ കക്കുറിച്ചി, ദേവികോട് എന്ന സ്ഥലങ്ങളിൽ മറ്റ് സഹോദരിമാർക്കും വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ രാജാ കേശവദാസിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഈ രാജാ കേശവദാസിൻ്റെ ജനനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മ വീണ്ടും വിവാഹം കഴിക്കേണ്ട ഒരു നിലയിലെത്തി. അതിലും കുട്ടികളുണ്ട്. ആ കുട്ടികളെയാണ് സഹോദരൻ എന്ന് പറയുന്നത്. കാളിയമ്മ പിള്ളയ്ക്ക് അന്തും ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ മൂത്ത കുട്ടി കേശവൻ മൂത്ത കുട്ടിയായതുകൊണ്ട് അദ്ദേഹം ചില്ലറ പണികൾക്ക് പോയി തുടങ്ങി. ആ വീട്ടുജോലികൾക്കും വളരെ ഒരു ദാരിദ്ര്യത്തിൽ ആയിരുന്ന ഒരു കുടുംബമായിരുന്നു. സാധാരണ കുടുംബം, സാധാരണയിലും അസാധാരണ. അദ്ദേഹം പുതുക്കട കച്ചവട പ്രമുഖൻ്റെ അടുത്ത് കണക്കപ്പിള്ള ജോലി നോക്കി. ആ പുതുക്കടയുള്ള മുതലാളി വിഴിഞ്ഞത്തൊരു മുതലാളിയുമായിട്ട് ലിങ്കുള്ള ആളാണ്. ആ വിഴിഞ്ഞത്ത് മുതലാളിയുടെ പേര് പോക്കുമുസ മുതലാളി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഈ ബാലനെ കൂടെ പുതുക്കടയുള്ള മുതലാളിയുടെ പേര് കൂനാങ്കാണിപ്പിള്ള എന്ന് തോന്നുന്നു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പോക്കുമൂസ മുതലാളി ഒരു പാട്ടച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെടുന്നു. അത് കണ്ടിട്ട് ഈ ബാലൻ ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ അത് പോക്ക് മൂസ മുതലാളി അതിന് അനുവാദം നൽകി. കേശവൻ എന്ന് പറഞ്ഞ ബാലൻ അതിന് വേണ്ടുന്ന ഒരു പാട്ടച്ചിട്ട് ഫാം ചെയ്ത് കൊടുത്തു. വളരെ തൃപ്തിയായി. പോക്ക് മൂസ മുതലാളി മഹാരാജാവിനെ മുഖം കാണിക്കാൻ പോയപ്പോൾ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവുകയും ഇദ്ദേഹം പൂമുഖത്ത് കിടന്ന് ഉറങ്ങി. കൊച്ചു 12 വയസ്സായ ബാലനായതുകൊണ്ട് ഉറങ്ങിപ്പോയി. പോക്കുമൂസ മുതലാളി മഹാരാജാവും സംസാരിച്ചിട്ട് പോക്കുമൂസ മുതലാളി തിരിച്ചിറങ്ങുമ്പോൾ ബാലൻ ഉറങ്ങുമായിരുന്നു. ബാലനെ വിളിക്കാതെ തന്നെ അദ്ദേഹം പോയി. അടുത്ത ദിവസം മഹാരാജാവ് കണി കാണുന്നത് ഈ ബാലനാണ്. കാലത്ത് ഇങ്ങനെ ഒരുത്തനാണോ കാഴ്ച കണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് കാരാഗൃഹത്തിലടച്ചു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഏതോ ഒരു വെളി രാജ്യത്തിൽ നിന്ന് ഒരു കച്ചവട കപ്പൽ തുറമുഖത്തെത്തിയിരിക്കുന്ന വിവരം മഹാരാജാവിന് കിട്ടി. ശംഖുമുഖം വിവരം കിട്ടി. അപ്പോൾ അതിൻ്റെ മഹാരാജ വളരെ സന്തോഷിക്കുകയും അതിൻ്റെ കണക്കുകളൊക്കെ എടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ആ കണക്കെടുപ്പ് നടപടികൾ ഒരു നല്ല രീതിയിലായിരുന്നില്ല. അപ്പോഴും ഈ ബാലനെ കാരാഗൃഹത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. മഹാരാജാവ് ചോദിച്ചു, ഇന്നത്തെ കണി വളരെ ഭംഗിയായിരുന്നു. ഈ ബാലൻ പറഞ്ഞു, ഇന്നത്തെ കണി വളരെ മോശം, എൻ്റെ ഇന്നത്തെ കണി വളരെ മോശമാണ്. എന്തെന്ന് വെച്ചാൽ മഹാരാജാവ് എന്നെ കണി കണ്ടു, ഞാൻ മഹാരാജാവിനെ കണി കണ്ടു. മഹാരാജാവിനെ കണി കണ്ടപ്പോൾ എനിക്ക് ജയിലിൽ കിടക്കേണ്ട വന്നു എന്ന് പറഞ്ഞിട്ട്, ഞാൻ വിരോധമില്ലെങ്കിൽ ഞാൻ ചെന്ന് ആ കണക്കെടുക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് കപ്പലിലെ വന്ന സാധനങ്ങളെയും കപ്പലിൻ്റെ പേരും ഏത് നാട്ടിൽ നിന്ന് വന്നു എന്നും കപ്പിത്താൻ്റെ പേരുമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് മഹാരാജാവിനെ ഏൽപ്പിച്ചു. മഹാരാജാവ് വളരെ സന്തോഷവാനായിട്ട് ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ചെറിയ ജോലി, കണക്കെടുത്ത്, രായസം എഴുത്ത്, സമ്പ്രതിപ്പിള്ള എന്ന് പറഞ്ഞ പോസ്റ്റിലൊക്കെ ചേർത്തു. അത് ആ അവസരത്തിൽ നിന്നും അദ്ദേഹം പടിപ്പടിയായിട്ട് ഉയർന്ന് ദിവാൻ സ്ഥാനം വരെ എത്തി. അത് ധർമ്മരാജാവിൻ്റെ കാലത്താണ്. ധർമ്മരാജാവിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹം കൂടുതൽ വർഷം ദിവാനായിട്ട് ജോലി നോക്കി. അപ്പം ഈ ദിവാൻ എന്നുള്ള ഈ രാജ കേശവദാസിൻ്റെ ആ സ്ഥാനത്തെക്കുറിച്ചാണ് ഇപ്പം താങ്കൾ സംസാരിച്ചത്. ഞാൻ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് വേലുത്തമ്പി ദളവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം, അതോ? അതെ, വേലുത്തമ്പി ദളവയ്ക്കും വേലുത്തമ്പി ദളവയുടെ ഒരു ഗുരു സ്ഥാനം ദിവാൻ രാജ കേശവദാസിന് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്ന മറ്റൊരു സംഗതിയാണ്, ഇദ്ദേഹം ഈ ദിവാൻ എന്നുള്ള അല്ലെങ്കിൽ ദളവ എന്നുള്ള പേര് പോലും അദ്ദേഹം നിരസിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം കിട്ടുമായിരുന്നു, അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. ദളവ എന്ന് പറയുന്നത് അന്നത്തെ ഒരു സ്ഥാനമായിരുന്നു. ഇദ്ദേഹം ആവശ്യപ്പെട്ടത്, എനിക്ക് ഈ ദളവ സ്ഥാനം വേണ്ട, ബ്രിട്ടീഷുകാർ കൈകാര്യം ചെയ്യുന്നത് പോലെ ദിവാൻ എന്ന് പറഞ്ഞ സ്ഥാനം മതി എന്ന് പറഞ്ഞ് ആ സ്ഥാനം ചോദിച്ചു വാങ്ങിച്ചതാണ്. ദളവ വേണ്ട. ഇദ്ദേഹത്തിന് ശേഷമുള്ള ആളുകൾക്കും ദളവ ഉണ്ടായിരുന്നു, വേലുത്തമ്പി ദളവ ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം എനിക്ക് ദളവ സ്ഥാനം വേണ്ട, ദിവാൻ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഡച്ച് ആർമിയുടെ ഒരു ജനറൽ ആയിരുന്ന ഒരു വ്യക്തി ഡെലനോയ് പോലുള്ള ആളുകളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്തെ ആണ് ഡെൽനായെ തടവുകാരനായിട്ട് പിടിച്ച് എടുത്തത്. എന്നിട്ട് അദ്ദേഹത്തെ ഉദയഗിരി കോട്ടയെ കൊണ്ട് താമസിപ്പിക്കുകയും അവിടെ തോക്ക്, വെടിമരുന്ന് ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കാനുള്ള ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വേറെ സമകാലികരായിട്ടുള്ള പ്രധാനപ്പെട്ട അല്ല, അന്നത്തെ ഉള്ളതിൽ ദേവസഹായം പിള്ള ഉണ്ട്, പുനച്ചൽ വലിയ യജമാനൻ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ കാലയളവിലുള്ളവരാണ്. വേലുത്തമ്പി ദളവ അതിന് ശേഷം. അപ്പം ഇദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അദ്ദേഹം ദിവാൻ എന്ന പദവിയിലേക്ക് വന്നത്? അല്ലല്ല, പടിപ്പടിയായിട്ട് വന്നതാണ്. സമ്പ്രതിപ്പിള്ള, രായസമെഴുത്ത്, ഇങ്ങനെയുള്ള പല ജോലികളും നോക്കി മഹാരാജാവിന് ഇഷ്ടം കൂടുമ്പോൾ പ്രൊമോഷൻ കൊടുത്ത് ക്രിട്ടിക്കലായിട്ടുള്ള യുദ്ധം ഒക്കെ വരുന്ന സമയത്ത്
ഇദ്ദേഹത്തിന് കൂടുതൽ ചുമതല കൊടുക്കുകയും മറ്റേ ഇതിൻ്റെ ഉൾനാടുകളിൽ കോട്ട കെട്ടാനുള്ള ഇതൊക്കെ കൊടുക്കുക. വലിയ നീണ്ട കോട്ടകളൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. പരവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോട്ടയൊക്കെ കെട്ടിച്ച്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവാൻ സ്ഥാനം ക്യാപ്പബിൾ, അലങ്കരിക്കപ്പെടാൻ പ്രാപ്തിയുള്ളവനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പട്ടാള ചുമതലയും ദിവാൻ സ്ഥാനവും ഒക്കെ മഹാരാജാവ് കൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ദാസൻ എപ്പോഴും പത്മനാഭദാസനായിരിക്കണം, അല്ലെങ്കിൽ മഹാരാജാവിൻ്റെ ദാസനായിരിക്കണം, എനിക്ക് അങ്ങ് സുപ്രീം അതോറിറ്റി ആവണ്ട എന്നുള്ള ഒരു ഇതാണ്. അദ്ദേഹം ദാസൻ ആയിരിക്കണം. അദ്ദേഹം കൂടുതൽ കാക്ഷിച്ചിരുന്നത് വസ്തുവിനും പണമൊന്നുമല്ല. അദ്ദേഹം മഹാരാജാവിൻ്റെ മഹാരാജാവ് ആരോഗ്യവാനായിട്ട് കഴിഞ്ഞുകൂടണം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മഹാരാജാവ് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കിതിന് ഞാൻ എന്തെങ്കിലും പാരിതോഷികം നൽകണമെന്ന് ചോദിച്ചപ്പം എനിക്ക് പാരിതോഷികമൊന്നും വേണ്ട, ഭഗവാൻ മഹാരാജാവ് ആരോഗ്യവാനായിട്ട് നീണാൾ വാഴണം എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഖജനാവിൽ തന്നെ തിരിച്ചടയ്ക്കുമായിരുന്നു. സത്യസന്ധനായിരുന്നു. സൗമ്യനും ആണ്. മറ്റേ എതിരാളികളോടും യുദ്ധത്തിനൊന്നും പോകുമ്പോൾ സൗമ്യതയല്ല. ഒരിക്കലും മഹാരാജാവ് ടിപ്പു സുൽത്താൻ തൻ്റെ കുതിരയെ പത്മനാഭസ്വാമി കോവിലിലെ സമകാലികനായിരുന്നു. ടിപ്പു സുൽത്താൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ കുതിരയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ കൊണ്ട് കെട്ടും എന്ന് പറഞ്ഞു. സാധിക്കുമെങ്കിൽ കെട്ടാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലുമുടിച്ച് അദ്ദേഹത്തിൻ്റെ മുദ്രമോതിരവും കിരീടവും വാങ്ങിച്ച് ധർമ്മരാജാവിൻ്റെ തൃപ്പാദങ്ങളിൽ കൊണ്ട് സമർപ്പിച്ച ആളാണ് ദിവാൻ രാജാ കേശവദാസ്. രാജാ കേശവദാസിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് പറയാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത് അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമായിരുന്നു. പിന്നെ പേരിന് വേണ്ടി അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് അരുമന, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ അരുമന എന്ന് പറയുന്ന സ്ഥലത്ത് നന്ദകോയിക്കൽ എന്ന ഭവനത്തിൽ അരുത്തമ്മ പിള്ള തങ്കച്ചി എന്നൊരു സ്ത്രീയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത്. മക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും നമുക്ക് പറയാനായിട്ട് ഇട്ടിട്ടില്ല. അത് അവർ ക്രാവളാകത്ത് വന്നിട്ടില്ല. ക്രാവളാകും ഇത്. ഇനി ഇദ്ദേഹം ഈ ദിവാനായതിനു ശേഷം ചെയ്തിരിക്കുന്ന പരിഷ്കരണങ്ങൾ, അതുപോലെ തന്നെ മറ്റു വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? അദ്ദേഹം ദിവാനായതിനു ശേഷം ഈ കച്ചവട അഭിവൃദ്ധിക്ക് വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ മധുരയിൽ നിന്ന് ഈ നെയ്ത്ത് തൊഴിലാളികളെ നാഗർകോവിൽ കൊണ്ട് പാർപ്പിച്ച് അവർക്ക് നെയ്ത്ത് വ്യവസായത്തിന് വേണ്ട പുരോഗതി ഉണ്ടാകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പിന്നെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ ആലപ്പുഴയ്ക്ക് ഇന്ന് കാണുന്ന ആലപ്പുഴ ക്രിയേറ്റ് ചെയ്തത് ദിവാൻ രാജാ കേശവദാസനായിരുന്നു. അന്ന് ഈ പുരോഗതി ഉണ്ടാവുന്നതിന് മുമ്പ് അത് ആളില്ലാ പുഴയായിരുന്നു. അവിടെ ഡൽഹിയിൽ നിന്നും ബാംബെയിൽ നിന്നുമൊക്കെ കച്ചവടക്കാരെ കൊണ്ടുവന്ന് കച്ചവട അഭിവൃദ്ധി ഉണ്ടാക്കി ആലപ്പുഴ പട്ടണം ഇന്ന് കച്ചവടത്തിൽ കേരളത്തിൽ മുൻപന്തിയിലുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. തിരുവനന്തപുരത്ത് അദ്ദേഹം പല പാലങ്ങൾ പണി കഴിപ്പിച്ചു. കിള്ളിപ്പാലം, കരമനപ്പാലം, ചാലക്കമ്പോളം. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോട്ടയാണ്, വെട്ടിമുറിച്ച കോട്ടയാണ് വെട്ടിമുറിച്ചാൻ കോട്ട എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം ഓഫീസ്. അദ്ദേഹം ഈ നമ്മുടെ അഞ്ചൽ പോസ്റ്റ് മുൻനിരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഗതാഗത സൗകര്യങ്ങൾ, കടലോര പ്രദേശത്ത് കപ്പലെടുക്കാൻ വേണ്ടുന്ന കുളച്ചൽ കടലോരം, കന്യാകുമാരി ടു ട്രിവാൻഡ്രം വരെയുള്ള കടലോര പ്രദേശങ്ങളിൽ എവിടെയാണ് തിര കുറഞ്ഞ സ്ഥലം, ശാന്തമായ കടലെവിടെ ഉണ്ട്, അവിടെയൊക്കെ അദ്ദേഹം തുറമുഖങ്ങളുണ്ടാക്കാൻ, അതിൽ പ്രധാനം കുളച്ചൽ, വിഴിഞ്ഞം, ശംഖുമുഖം എന്നിവ അതിൻ്റെ ഇതാണ്.
അപ്പോൾ അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ തിരുവിതാംകൂർ രാജ ഭരണത്തിന് കീഴിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അറിയേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം, അത് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ധർമ്മരാജാവിൻ്റെ മരണശേഷം അദ്ദേഹം ആകെ കൂടെ മാനസികമായിട്ട് തളർന്ന ഒരു ധർമ്മരാജാവില്ലാത്ത ഒരു രാജ്യത്ത് ഇനി ഞാൻ എന്തിന് എന്നുള്ള ഒരു ഇതിലായിരുന്നു. ധർമ്മരാജാവായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ധർമ്മരാജാവിന് ദിവാൻ രാജാ കേശവദാസിനോടും രാജാ കേശവദാസിന് ധർമ്മരാജാവിനോടും ഉള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കാനൊക്കില്ല. മഹാരാജാവിൻ്റെ മരണം ഇങ്ങനെ വളരെ വ്യാകുലനാക്കി. പിന്നെ അദ്ദേഹത്തിന് ജീവിക്കണമെന്നുള്ള താല്പര്യം പോലുമില്ലായിരുന്നു. ആ ധർമ്മരാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത അനന്തരാവകാശി വന്നപ്പോൾ ഈ ധർമ്മരാജാവ് ഉണ്ടായിരുന്ന കാലത്തുള്ള രീതിയിൽ നിന്ന് നേരെ തകിടം മറിഞ്ഞു. അദ്ദേഹം ഒരു പ്രായത്തിൽ വളരെ കുറവായിരുന്നു, 16 വയസ്സ് മറ്റുള്ള അടുത്ത രാജാവ് ബാലരാമവർമ്മ എന്ന് തോന്നുന്നു. അദ്ദേഹം പ്രായത്തിൽ കുറവ്. അപ്പോൾ അദ്ദേഹത്തിന് ഏഷണിക്കാർ നിറയെ ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനി ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, മാത്തൂത്തരകൻ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നു. ഒടുവിൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ദിവാനായി. ആ ജയന്തൻ നമ്പൂതിരി 56 ദിവസത്തെ ദിവാൻ സ്ഥാനമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വരുന്ന ആളുകളാണ്. 56 ദിവസത്തെ ദിവാൻ സ്ഥാനമേ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ 56 ദിവസത്തെ ദളവസ്ഥാനത്തിൽ അങ്ങനെ ഒരു കോമാളി ദളവ എന്ന് ഉള്ള രീതിയായിരുന്നു. ഈ ആളുകൾ ഇങ്ങനെ പല്ലക്കിൽ കയറി പോവുക, ആളുകൾ കുരവിടണം, ഹരോഹരം എന്ന് വിളിക്കണം എന്നൊക്കെ നിർദ്ദേശിച്ച അങ്ങനെ ജനങ്ങൾക്ക് ഈ ദിവാനിൽ വളരെ അതൃപ്തിയായിരുന്നു. സ്വന്തമായിട്ട് ഈ പെണ്ണുങ്ങൾ അണിയുന്നത് പോലെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ഘോഷമിടണമെന്നൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഒടുക്കം അദ്ദേഹത്തിന് മഹാരാജാവ് അറിഞ്ഞ് തന്നെ നാട് കടത്തി. ഒരു ബ്രാഹ്മണനെ കൊല്ലാനുള്ള ഇത് തന്നില്ലായിരുന്നു, ബ്രാഹ്മണനെ കൊന്നുകൂടാ, അതുകൊണ്ട് അദ്ദേഹത്തെ ആലുവ വഴി കടത്തി. അതിനുശേഷം ഈ ദിവാനെ വീട്ടുതടങ്കലിൽ വയ്ക്കുകയും ചെയ്തു. വീട്ടുതടങ്കലിൽ വെച്ച സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ അത് ശ്രീവരാഹം, തിരുവനന്തപുരം ശ്രീവരാഹത്ത് ഒരു വീട്ടിൽ ഇദ്ദേഹത്തെ പാർപ്പിച്ചു. ആ ശ്രീവരാഹം എന്ന് പറഞ്ഞ വീട്ടിൽ വെച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം ഒരു ആഹാരമൊന്നും കഴിക്കാതെ ഉള്ളായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് പത്മനാഭൻ്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം കൊണ്ടു കൊടുത്തു. ആ ഉണ്ണിയപ്പത്തിൽ വിഷം ചേർത്തിരുന്നു. ഈ ഉണ്ണിയപ്പം കൊണ്ടു കൊടുത്ത ആളിൻ്റെ കൈ വിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് രാജകൽപ്പന അങ്ങനെയാണെങ്കിൽ തരാൻ പറഞ്ഞിട്ട് അദ്ദേഹം വാങ്ങിക്കഴിച്ചു. പിറ്റേ ദിവസം അവിടെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ആളുകൾ രാജാ കേശവദാസൻ ദിവാനായപ്പോൾ എത്രയ്ക്ക് മാത്രം സന്തോഷിച്ച് ആർപ്പ് വിളിച്ച ജനങ്ങൾ അന്ന് ദീനരോധനത്തിലായി. അന്നേ ദിവസം ഒരു തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ ഒരു ആറാട്ട് ദിവസമായിരുന്നു. അങ്ങനെ ഈ കോളിളക്കത്തിനെ ഒരു നേരിയ തോതിൽ അമർച്ച ചെയ്ത് ആറാട്ട് നടത്തി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു നാച്ചുറൽ ഡെത്ത് അല്ല, ഒരു കൊലപാതകമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പല ബ്രിട്ടീഷുകാരൊക്കെ ശ്രമിച്ചു. എന്നാലും അവരെങ്ങനെയെങ്കിലും ഈ മരണത്തിനെ അങ്ങ് അടിച്ചു താഴ്ത്തി. മരണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശവശരീരം ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ആട്ടുവാനത്തിൻ്റെ കണ്ണമ്മൂല എന്ന് പറയുന്ന ഏതോ ഭാഗത്ത് അടക്കിയതായിട്ട് പറയുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഈ രാജാ കേശവദാസന് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് മറ്റാരേക്കാളും ആദ്യം കേൾക്കപ്പെടേണ്ട ഒരു പേര് തന്നെയായിരുന്നു രാജാ കേശവദാസിൻ്റെ പേര്. അപ്പം ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഇപ്പം ഇതിന് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആർക്കിയോളജി പരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്തെങ്കിലും? ഇല്ല. ഇപ്പോഴേ അത് ഈ ദിവാൻ്റെ ഒരു 5ാം തലമുറക്കാരുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിന് ഒരുപാട് അവകാശങ്ങളുണ്ട്. അതിനങ്ങനെ മറ്റേ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും ഒരു സംരക്ഷണയും ഇല്ല. ഒരാൾ ഒരു ഭാഗത്ത് തായ്ക്കട്ടടത്തിൽ ഒരാൾ താമസിക്കുന്നു, പടിപ്പരയിൽ ഒരാൾ താമസിക്കുന്നു, അത്രയേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും ഇത്രയും സമയം സാർ ഇതിനെക്കുറിച്ച് കൂടുതൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു, വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെല്ലാം വളരെ നന്ദി. നമസ്കാരം.